ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുപയറും റാഗിയും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റെസിപ്പിയുമായാണ്. നമ്മൾ സാധാരണ എന്നും തയ്യാറാക്കുന്ന ദോശ ഇഡ്ഡലിയേക്കാളും ധാരാളം ആരോഗ്യ ഗുണങ്ങളും രുചിയും നിറഞ്ഞ ഈ ഹെൽത്തിയായ റെസിപ്പി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഹെൽത്തിയായ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഹെൽത്തി റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ചെറുപയർ, 1 കപ്പ് റാഗി, 1 കപ്പ് പച്ചരി, ഇത് മൂന്നും ഒരേ അളവിൽ ചേർത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു 3-4 പ്രാവശ്യം അത് നന്നായിട്ട് കഴുകിയെടുക്കാം. റാഗിയിൽ കൂടുതൽ അഴുക്കുണ്ടായിരിക്കും, അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ കഴുകിയെടുക്കണം. ഇപ്പോൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വയ്ക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് രാത്രിയിലാണ് ഞാനിത് കുതിർക്കാനായി വയ്ക്കുന്നത്. ഇത് കുതിർന്ന് കിട്ടാൻ ഒരു 3-4 മണിക്കൂർ മാത്രം മതിയാകും. നിങ്ങൾക്ക് രാത്രിക്ക് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി തയ്യാറാക്കുന്നതെങ്കിൽ രാവിലെയോ ഉച്ചയ്ക്കോ കുതിർക്കാനായി ഇട്ടാൽ മതി. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് രാവിലെ എടുക്കാം. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നമ്മൾ കുതിരാനായി വെച്ചിട്ടുള്ളതെല്ലാം തന്നെ നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു ചെറുപയർ എടുത്ത് കൈ കൊണ്ട് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നല്ല രീതിയിൽ പ്രസ്സായി പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായി കുതിർന്ന് കിട്ടണം. ഇനി ഇത് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വച്ചിട്ടുള്ള ചെറുപയറും അരിയും റാഗിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇത് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുതിർക്കാനായി വച്ചിട്ടുള്ള ആ ഒരു വെള്ളം തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ മിക്സ് അധികമുള്ളത് കൊണ്ട് 2 ബാച്ചായിട്ടാണ് ഞാനിവിടെ അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഇനി കുറച്ച് സാധനം കൂടി ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കാം. ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് ഇഞ്ചി എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നല്ല എരിയുള്ള ഒരു പച്ചമുളകാണ് ഞാൻ ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അല്പം ജീരകവും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി അരച്ചെടുക്കുന്നതിനാവശ്യമുള്ള വെള്ളം ഒഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുതിർക്കാനായി വെച്ച വെള്ളം തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. മല്ലിയില കൂടി ചേർക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് സൂപ്പറായിരിക്കും. മല്ലിയില ഇഷ്ടമില്ല എങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോഴിത് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. തരികളൊന്നുമില്ലാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇനി ബാക്കിയുള്ളതും കൂടി അരച്ചെടുക്കാം. രണ്ടാമത് അരയ്ക്കുമ്പോൾ പച്ചമുളകും ഇഞ്ചിയോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കണ്ട. വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോഴിത് രണ്ടാമതും അരച്ചെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. ഈ റെസിപ്പി അരച്ച ഉടൻ തന്നെ നമുക്ക് റെഡി ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഈനയോ ഒന്നും തന്നെ ചേർക്കണ്ട. ഇൻസ്റ്റൻ്റായിട്ട് റെഡി ചെയ്തെടുക്കാം. അതും നല്ല അടിപൊളി ടേസ്റ്റിയായി. ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഉടൻ തന്നെ റെസിപ്പി റെഡി ചെയ്തെടുക്കാവുന്നതാണ്. ഈ റെസിപ്പിക്ക് കോമ്പിനേഷനായ ഒരു സൈഡ് ഡിഷും കൂടി തയ്യാറാക്കിയെടുക്കാം. ഒരു സമയം മാത്രം നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു സൈഡ് ഡിഷ് എന്ന് പറയുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് ഒരു വലിയ സൈസ് സവാള അരിഞ്ഞ് ചേർക്കാം. ഇനി 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. വലിയ തക്കാളിയാണെങ്കിൽ 1 ചേർത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമുള്ള വറ്റൽമുളകാണ് ഞാനിവിടെ ചേർക്കുന്നത്. 4 വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. പെരിഞ്ജീരകം എന്ന് പറയുമ്പോൾ വലിയ ജീരകമാണ്, അത് മിസ് ചെയ്യാതെ തന്നെ ചേർക്കണം. അതുപോലെ കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്ക് മല്ലിയില ഒത്തിരി ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട എങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ഒരു സൈഡ് ഡിഷിന് എരി അല്പം കൂടുതലുണ്ടെങ്കിലേ അടിപൊളിയായിരിക്കുള്ളൂ. ഇനി ഇതിലേക്ക് വെള്ളം ഒന്നും തന്നെ ചേർക്കാതെ അരച്ചെടുത്തിട്ട് വരാം. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാം.
ഇപ്പോൾ ഇതാ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നല്ല ചുമന്ന കളറാണ് ഉണ്ടാവേണ്ടത്. പക്ഷെ നമ്മളിതിലേക്ക് മല്ലിയില ചേർത്തത് കൊണ്ട് അല്പം കളറ് വ്യത്യാസത്തിൽ വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ചേർത്തതെല്ലാം തന്നെ പച്ചയ്ക്കാണ്. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ഇതൊന്ന് വഴറ്റി വേവിച്ചെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പും കുറച്ച് കടുകും ചേർത്ത് ഇത് രണ്ടും നന്നായി പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് വറ്റൽമുളക് ചേർക്കാം. ഇനി കുറച്ച് ഫ്രഷായ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. നന്നായി മൊരിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ തക്കാളിയുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റാം. കുറച്ചൊന്ന് വഴറ്റിയതിന് ശേഷം സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് 3-4 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതാ 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ ഒരു കാരച്ചട്നിയാണ് റെഡിയാക്കി എടുത്തത്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാരച്ചട്നിയാണ്. നമ്മൾ റെഡി ചെയ്തെടുക്കാൻ പോകുന്ന ദോശയ്ക്ക് പറ്റിയ പക്ക കോമ്പിനേഷനായ ഒരു സൈഡ് ഡിഷാണിത്. അടുത്തതായി ഒരു ദോശ തവ അടുപ്പത്തേക്ക് വയ്ക്കാം. കുറച്ച് എണ്ണ തവയിലേക്കിട്ട് ഒന്ന് തുടച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ റെഡി ചെയ്തിട്ടുള്ള മാവ് ഒഴിച്ച് ദോശ റെഡി ചെയ്തെടുക്കാം. ഈ മാവ് നമുക്ക് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാം. എത്രത്തോളം നമ്മൾ കട്ടി കുറച്ച് പരത്തുന്നു അതുപോലെ വരും. നല്ല കട്ടി കുറഞ്ഞ് മൊരിഞ്ഞ ദോശ റെഡി ചെയ്തെടുക്കാൻ പറ്റും. ദോശയുടെ അടിവശം നല്ല മൊരിഞ്ഞു വരുമ്പോഴേക്കും ഇതിലേക്ക് അല്പം എണ്ണയോ നെയ്യോ ചേർക്കാവുന്നതാണ്. കുട്ടികൾക്കാണെങ്കിൽ നെയ്യൊക്കെ ചേർത്ത് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പോഴിതാ നല്ല മൊരിഞ്ഞ ദോശ റെഡി ആയിട്ടുണ്ട്. ഒട്ടും പാനിൽ ഒട്ടിപ്പിടിക്കില്ല. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല കട്ടിയായിട്ടും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ടേസ്റ്റും അടിപൊളിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും. നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള ചെറുപയറും റാഗിയും ഒക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് നൽകുന്നതാണ്. ധാരാളം പ്രോട്ടീൻ, കാൽഷ്യം, അയൺ, വിറ്റാമിനുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ധാരാളം ഫൈബറും അടങ്ങിയിട്ടുണ്ട്. മുതിർന്നവർക്ക് വളരെ നല്ലതാണ്. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് ദിവസവും കഴിക്കാവുന്നതാണ്. ഇത് എല്ലുകളുടെ ആരോഗ്യത്തിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും ശരീരത്തിന് നല്ല ഊർജം ലഭിക്കുന്നതിനും ശരീരഭാരം നിയന്ത്രിക്കാനും ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടുന്നതിനും സഹായിക്കും. അപ്പോൾ ചെറുപയറും റാഗിയും പച്ചരിയും ഒക്കെ ചേർന്ന ഈ ഒരു കോമ്പിനേഷനിൽ ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി കഴിക്കണം. അതുപോലെ ഇതിൻ്റെ ടേസ്റ്റും അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. സാധാരണ തയ്യാറാക്കുന്ന ദോശയും ഇഡലിയേക്കാളും ഒത്തിരി ടേസ്റ്റും ആരോഗ്യ ഗുണങ്ങളും നിറഞ്ഞ ഒന്നാണിത്. ഇടയ്ക്കൊക്കെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികൾ തയ്യാറാക്കുമ്പോൾ വീട്ടിലുള്ളവർക്കും കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. അപ്പോൾ കൂട്ടുകാരെല്ലാം ഇതുപോലെ ഒരു റെസിപ്പി ഉറപ്പായും ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിലും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണം. അപ്പോൾ ഇന്ന് കാണിച്ച ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം.